മക്കളെ 8ാം ക്ലാസ്സിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിർബന്ധമായിട്ട് കേൾക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതെന്നറിയോ മക്കളെ? മറ്റൊന്നല്ല, നിങ്ങൾക്കറിയാലോ 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് പല ആൾക്കാരും പുതിയ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾ തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സമയമായിരിക്കും 8ാം ക്ലാസ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് മാറി ഒരു വലിയ ഒരുപാട് കണ്ടന്റുകൾ ഇതുപോലെ തന്നെ കൂട്ടിച്ചേർത്തുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഇപ്പോൾ സോഷ്യലിലൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ 10th അതായത് കഴിഞ്ഞ വർഷമൊക്കെ 10th പഠിപ്പിച്ച പല കൺസെപ്റ്റുകളാണ് എൻ്റെ മക്കൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കട്ടി സിലബസാണ്. ഈ എക്സാം നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള എക്സാം തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ആ സമയത്തൊന്നും ചില ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അഭാവം കൊണ്ട് വിചാരിച്ച രീതിയിലേക്കൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ 8ാം ക്ലാസ്സിനകത്ത് സാറ്റിസ്ഫൈഡ് ആവാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് ഇനി വരുന്ന 9ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 9-നകത്ത് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഒരു പഠനം പഠിച്ചാൽ മാത്രമേ SSLC-യകത്ത് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 8ൽ പിഴച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പേടിക്കേണ്ട, 9ൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നേടാൻ പറ്റും. സോ ഞാൻ പറയുന്നത് അതിനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്നല്ലേ, നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം, അങ്ങനെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ, പഠിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിനാണ് സൈലത്തിൻ്റെ ഏറ്റവും കിടിലൻ ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ച് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിഞ്ച ബാച്ചിനകത്ത് കഴിഞ്ഞ വർഷം പഠിച്ച ആൾക്കാരോട് ചോദിച്ചാൽ മതി, നിഞ്ചയുടെയൊക്കെ ഫീഡ്ബാക്ക് അവർ പറയും. പക്ഷേ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഈ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടി നിഞ്ചയിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്നറിയോ, ഈ പ്രധാനമായിട്ട് 3 പ്ലാനുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നത്, നിഞ്ച വെക്കുന്നത്. 3 പ്രധാനപ്പെട്ട പ്ലാനുകൾ. അതിലൊന്നാമത് ബേസ് പ്ലാൻ എന്ന് പറയുന്നൊരു പ്ലാനാണ്. രണ്ടാമത് ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു പ്ലാനാണ്. പിന്നെ വരുന്നത് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നൊരു പ്ലാനാണ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കകത്തൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അത് നേടുക, ഒരു മാസത്തിലൊക്കെ തന്നെ ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ഒരു ജോലിയൊക്കെ നിങ്ങൾ ഭാവിയിൽ നേടുക, അതും ചെറിയ പ്രായത്തിലൊക്കെ നേടുക, അങ്ങനെയുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഈ ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ വലിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും കിടിലനായിട്ടുള്ള ബാച്ചാണ് നിഞ്ചയുടെ തന്നെ പ്രധാനപ്പെട്ട ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ച്. ഞാൻ പറയുന്നത് അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, ലൈഫ് പെട്ടെന്ന് സെറ്റാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചൂസ് ചെയ്യുക. സോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓഫറുകളൊക്കെ ഉണ്ട്. വിഷു ഓഫർ ഇപ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. സോ മക്കൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ എല്ലാവർക്കും അറിയാലോ, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും ജസ്റ്റ് ഓരോ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് അവധിക്കാലമാണ്, എല്ലാവർക്കും അറിയാം, വെക്കേഷനൊക്കെയാണ്. വെക്കേഷൻ നിങ്ങൾ അടിച്ചു പൊളിച്ചോ, പക്ഷേ ഒരു ദിവസത്തിൽ കുറഞ്ഞ സമയം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. സോ ഈ 9 നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയാക്കണം, മനോഹരമാക്കണം. സോ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. ബൈ, കാണാം. നമുക്ക് നിഞ്ചയിൽ കാണാം. ബൈ.